നമസ്കാരം. വളരെ പ്രയോജനമുള്ള ഒരു പ്രാണായാമമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ചൂടുകാലത്ത് നമ്മളുടെ ശരീരം തണുപ്പിക്കാൻ സഹായിക്കുന്ന പ്രാണായാമമാണ്. ശീൽക്കാരി പ്രാണായാമം എന്ന് പറയും, അല്ലെങ്കിൽ ഹിസിംഗ് ബ്രീത്ത് എന്ന് പറയാം, ശീതകാരി പ്രാണായാമം എന്ന് പറയാം. ഏതായാലും ഇത് നമ്മളുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് നമ്മുടെ ബോഡിയെ തണുപ്പിക്കുന്നു. ബോഡി ആൻഡ് മൈൻഡ് വളരെ കാമാകുന്നു. അപ്പം നമുക്ക് നമ്മൾ ഏർപ്പെടുന്ന പ്രവൃത്തിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഹൈ BP ഉള്ളവരുടെ BP പ്രഷർ ഒന്ന് നോർമലൈസ് ചെയ്യാനും ഈ പ്രാണായാമം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോ BPക്കാർ ഈ പ്രാണായാമം ചെയ്യേണ്ടതില്ല. അതുപോലെ തണുപ്പ് കാലത്ത്, അതുപോലെ നമുക്ക് കോൾഡ് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഈ പ്രാണായാമം ചെയ്യേണ്ട. പ്രത്യേകിച്ച് ഇത് നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ സമ്മർ സീസണിൽ നമ്മുടെ ശരീരം തണുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാണായാമമാണ്. അതുപോലെ ഹൈ BPക്കാരുടെ BP കുറയ്ക്കാനും സഹായിക്കുന്നു. നമ്മളിപ്പോൾ രാത്രി കിടക്കുമ്പോഴൊക്കെ ഫാൻ ഇട്ടാലും ഇപ്പം നല്ല ചൂടാണല്ലോ, അപ്പം നമുക്ക് കിടന്നുകൊണ്ട് തന്നെ ഈ പ്രാണായാമം ചെയ്യാവുന്നതാണ്. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ കൂളിംഗ് ഇഫക്റ്റ് വരുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. പറഞ്ഞല്ലോ, ഈ ചൂടുകാലത്ത് നിങ്ങളിത് റെഗുലറായിട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ രാവിലെ യോഗാസനങ്ങളോട് കൂടി ആണ് ഈ പ്രാണായാമം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ധ്യാനാസനത്തിലിരിക്കുക. ഞാനിപ്പോൾ ഈസി പോസിലിരിക്കുന്നു. എന്നിട്ട് ചിന്മുദ്രയിൽ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് നട്ടെല്ല് നിവർന്നിരുന്നിട്ട് കണ്ണുകൾ അടച്ചിട്ട് ഈ പ്രാണായാമം ചെയ്യുക. വായിൽ കൂടെ നമ്മൾ ഇൻഹെയിൽ ചെയ്യണം, ശ്വാസം എടുക്കണം. അപ്പം പല്ലുകൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കണം. പല്ലുകൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കണം. എന്നിട്ട് നാക്കിൻ്റെ അറ്റം ഈ താഴത്തെ പല്ലിൻ്റെ അടിവശത്ത് ടച്ച് ചെയ്ത് പിടിക്കുക. ശ്വാസം വായിലൂടെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പം ഒരു ഹിസിങ് സൗണ്ട് കേൾക്കും, ശീൽക്കാര ശബ്ദം. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. എന്നിട്ട് വായടയ്ക്കുക. പിന്നെ മൂക്കിൽ കൂടെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. വളരെ സിമ്പിളാണ്. ഞാനൊരു 3 പ്രാവശ്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്നു. ശരീരം തണുക്കുമ്പോൾ നമ്മുടെ മൈൻഡും കൂളാവുന്നു. അപ്പം നമ്മൾ കോൺസെൻട്രേഷൻ, നമ്മുടെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് ഒക്കെ വർദ്ധിക്കുന്നു. അതുപോലെ ഹൈ BPക്കാരുടെ BP നോർമലൈസ് ചെയ്യുന്നു. ടെൻഷൻ, സ്ട്രെസ്സൊക്കെ കുറയുന്നു. അങ്ങനെ നിരവധി ഗുണങ്ങളുണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു 10 തവണയിലും ഇത് കണ്ടിന്യൂസ് ചെയ്യുക. എപ്പോൾ വേണേലും. ഇത് കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് ഒന്നും യാതൊരു ദോഷങ്ങളും ഉള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചൂട് ശരീരത്തിൽ കൂടുതലായിട്ട് തോന്നുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ പ്രാണായാമം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓഫീസിലിരുന്നിട്ടാണെങ്കിലും ഒക്കെ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ